ഹായ് ഓൾ, എല്ലാ പേർക്കും സഹകാരി റൈസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജേഷ്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹോൾഡിംഗ് കമ്പനീസിനെ കുറിച്ചിട്ടാണ് അല്ലേ. ഇപ്പോൾ ആദ്യത്തെ 2 പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇത് 3ാമത്തെ പാർട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതൊക്കെയായിരുന്നു. എന്താണ് ഹോൾഡിംഗ് കമ്പനി, ടൈപ്സ് ഓഫ് ഹോൾഡിംഗ് കമ്പനി പറഞ്ഞു അല്ലേ, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, അതിൻ്റെ കമ്പനീസ് ആക്ടിൻ്റെ കുറച്ച് പ്രൊവിഷൻസ് പറഞ്ഞു, ശരിയല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുന്നേ ആദ്യം ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പോളിടെക്നിക് ലെക്ചറർ 2023 092 എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ കോഡിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസോസിയേറ്റ്സ് ആൻഡ് ജോയിന്റ് വെഞ്ചേഴ്സ് ഈസ് ഡീറ്റെയിൽഡ് ഇൻ. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഏതിൻ്റെ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ്? ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസോസിയേറ്റ്സ് ആൻഡ് ജോയിന്റ് വെഞ്ചേഴ്സ്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസോസിയേറ്റ്സ് ആൻഡ് ജോയിന്റ് വെഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഏത് ഇൻഡേഴ്സിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയാവുന്ന നോക്കി. ദ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസോസിയേറ്റ്സ് ആൻഡ് ജോയിന്റ് വെഞ്ചേഴ്സ് ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളത് ഇൻഡേഴ്സ് 28ലാണോ, ഇൻഡേഴ്സ് 20ലാണോ, ഇൻഡേഴ്സ് 12ലാണോ, അതോ ഇൻഡേഴ്സ് 10ലാണോ? ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തായിരുന്നു? ഇൻഡേഴ്സ് IFRS കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഇൻഡേഴ്സുകളെല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇൻഡേഴ്സും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഇൻഡേഴ്സും IFRS എല്ലാം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ചിലപ്പോൾ അതിനകത്തുനിന്ന് ചിലപ്പോൾ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഉടനെ തന്നെ എന്ത് ചെയ്യുന്നതാണ്? ഇൻഡേഴ്സിൻ്റെയും എസിൻ്റെയും ഒക്കെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങൾക്ക് വരും. ക്ലിയർ? ഓക്കെ, സോ നമുക്ക് ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. ഓക്കെ, സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റാർട്ടിങ് എത്രയേ ഉള്ളൂ? എക്സംഷൻ ഫ്രം പ്രിപ്പറേഷൻ ഓഫ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൽ നിന്ന് എക്സംഡ് ചെയ്തിട്ടുള്ളത്, ഒഴിവാക്കിയിട്ടുള്ളത് ആരൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, എക്സംഷൻ ഫ്രം ദ പ്രിപ്പറേഷൻ ഓഫ് എന്ത്? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്? ഒരു ഗ്രൂപ്പ് പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളെയല്ലേ എന്തെന്ന് വിളിക്കുക? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിളിക്കുക. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ് ഇൻക്ലൂഡ്സ് പാരൻസ് ആൻഡ് സബ്സിഡിയറീസ്. ഓക്കെ ആണോ അല്ലേ? ഓക്കെ, നോക്കിയേ. ആസ് പെർ കമ്പനീസ് അക്കൗണ്ട്സ് അമെൻഡ്മെൻറ്റ് റൂൾസ് 2016 ഏത് റൂൾ പ്രകാരമാണ്? ആസ് പെർ കമ്പനീസ് അമെൻഡ്മെൻറ്റ് റൂൾസ് 2016 preparation of consolidated financial statements by a company is not required if it meets the following condition. താഴെ പറയുന്ന കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്? കമ്പനീസ് അമെൻഡ്മെൻറ്റ് റൂൾസ് 2016. കഥ മനസ്സിലായ? എന്താ പറഞ്ഞത്? കമ്പനീസ് അമെൻഡ്മെന്റ് റൂൾസ് 2016 പ്രകാരം. ചിലപ്പോൾ ചോദിക്കാം, ഏത് റൂള് പ്രകാരമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പ്രിപ്പറേഷൻ ഓഫ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എക്സംപ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ പറയണം കമ്പനീസ് അമെൻഡ്മെന്റ് റൂൾസ് 2016. കമ്പനീസ് അമെൻഡ്മെന്റ് റൂൾസ് 2016. ഓക്കെ, അതിൽ പറയുന്ന ഇത്രയേ ഉള്ളൂ. പ്രിപ്പറേഷൻ ഓഫ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ബൈ എ കമ്പനി. ഒരു കമ്പനി എന്ത് ചെയ്യുന്നത്? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഈസ് നോട്ട് റിക്വയർഡ്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കമ്പനികൾക്ക്. ഇഫ് ഇറ്റ് മീറ്റ്സ് ദ ഫോളോയിങ് കണ്ടീഷൻ. താഴെ പറയുന്ന കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്. ഇറ്റ് ഈസ് എ ഹോളി ഓൺഡ് സബ്സിഡിയറി. ഓക്കെ, ഏത്? ആ ഒരു കമ്പനി എന്ന് പറയുന്നത് ഹോളി ഓൺഡ് സബ്സിഡിയറി ആയിരിക്കും. ഹോളി ഓൺഡ് സബ്സിഡിയറി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 100% ഷെയർസും വേറൊരു കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടാവാം? പർച്ചേസ് ചെയ്തിട്ടുണ്ടാവാം. ഓർ ഈസ് എ പാർഷ്യലി ഓൺഡ് സബ്സിഡിയറി ഓഫ് അനദർ കമ്പനി. അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയുടെ പാർഷ്യലി ഓൺഡ് സബ്സിഡിയറി ആയിരിക്കാം. ഒന്നുകിൽ ആ ഒരു കമ്പനി എന്ന് പറയുന്നത് എങ്ങനെയുള്ള കമ്പനികളായിരിക്കാം? ഹോളി ഓൺഡ് സബ്സിഡിയറി. ഹോളി ഓൺഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെജോറിറ്റി അല്ല, 100% ഷെയർസും എന്ത് ചെയ്തിട്ടുണ്ട്? വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അക്യൂർ ചെയ്തിട്ടുണ്ട്. ഇനി പാർഷ്യലി ഓൺഡ് സബ്സിഡിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? മോർ ദാൻ 50% ഷെയർസും എന്ത് ചെയ്തിട്ടുണ്ട്? വാങ്ങിയിട്ടുണ്ട്. ക്ലിയർ ആണ് അല്ലേ? ഓക്കെ,
ആൻഡ് ഓൾ ഇറ്റ്സ് അതർ മെമ്പേഴ്സ്. ഈ രണ്ട് കമ്പനികളുടെയും, ഈ രണ്ട് ഓറിട്ടാണ് പറഞ്ഞത് ഇവിടെ, ഒന്നുകിൽ ഈ പറയുന്ന കമ്പനി, നമ്മൾ എന്താ പഠിക്കുന്നത്, ഏതൊക്കെ കമ്പനികളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിട്ടുള്ളത്. കമ്പനീസ് ആക്ടിൽ പറയുന്ന അല്ലെങ്കിൽ ആ ഒരു റൂളിനകത്ത് പറയുന്ന കഥ ഇങ്ങനെയാണ്. ഒന്നുകിൽ ഈ ഒരു കമ്പനി എന്ന് പറയുന്നത്, അതായത് എക്സംപ്റ്റ് ചെയ്യാവുന്ന ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് ഒന്നുകിൽ ഹോൾലി ഓൺഡ് സബ്സിഡറി ആയിരിക്കാം. ഹോൾലി ഓൺഡ് സബ്സിഡറി എന്ന് പറഞ്ഞാൽ 100% ഷെയർസും വേറൊരു കമ്പനി ആയിരിക്കും എന്ത് ചെയ്തിട്ടുള്ളത്, അക്വയർ ചെയ്തിട്ടുണ്ടാവുക. ഓർ ഈസ് എ പാർഷ്യലി ഓൺഡ് സബ്സിഡറി. പാർഷ്യലി ഓൺഡ് സബ്സിഡറി എന്ന് പറഞ്ഞാൽ എന്താണ്, മോർ ദാൻ 50% ഷെയർസ് ഹോൾഡ് ചെയ്തിരിക്കുന്ന വേറൊരു കമ്പനി ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, ഏതോ ആയിക്കോട്ടെ. ആൻഡ് ഓൾ ഇറ്റ്സ് അതർ മെമ്പേഴ്സ്, ഈ കമ്പനിയുള്ള ബാക്കിയുള്ള മെമ്പേഴ്സ് ഉണ്ടാവുമല്ലോ, അതർ മെമ്പേഴ്സ്, ഇൻക്ലൂഡിങ്, ആ മെമ്പേഴ്സിൽ ആര് ഉൾപ്പെടും, ഇൻക്ലൂഡിങ് ദോസ് നോട്ട് അതർവൈസ് എൻടൈറ്റിൽഡ് ടു വോട്ട്, അതായത് വോട്ട് ചെയ്യാൻ, വോട്ടിംഗ് കപ്പാസിറ്റി, വോട്ടിംഗ് പവർ ഇല്ലാത്ത മെമ്പേഴ്സും ഈ അതർ മെമ്പേഴ്സിനകത്ത് ഉൾപ്പെടും. ഈ മെമ്പേഴ്സ് എന്ത് ചെയ്യുകയാണ്, ദേ ഹാവിംഗ് ബീൻ ഇന്റിമേറ്റഡ് ഇൻ റൈറ്റിംഗ്, ഇന്റിമേറ്റ് ചെയ്യുക, അറിയിക്കുക. ഓക്കെ, കമ്പനി അറിയിക്കുകയാണ്, ഇൻ റൈറ്റിംഗ്, എഴുതി തയ്യാറാക്കിയ ഒരു ലെറ്ററിലൂടെ അറിയിക്കുകയാണ്. ആരറിയിക്കുകയാണ്, അതർ മെമ്പേഴ്സ് അറിയിക്കുകയാണ്. ഈ അതർ മെമ്പേഴ്സ് പറഞ്ഞാൽ ആര് ഉൾപ്പെടും അതിനകത്ത്, വോട്ടിംഗ് പവർ ഇല്ലാത്ത മെമ്പേഴ്സും കൂടി ഉൾപ്പെടെയുള്ള അതർ മെമ്പേഴ്സ് കമ്പനിയെ അറിയിക്കുകയാണ്. they do not object. they എന്ന് പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്നില്ല, ഈ അതർ മെമ്പേഴ്സ്, they do not object, അവർക്ക് എന്തില്ല, എതിരഭിപ്രായമില്ല, to the company not presenting consolidated financial statement. ഈ കമ്പനി എന്ത് ചെയ്തിട്ടില്ലെങ്കിലും, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് ആരെഴുതി കൊടുക്കുകയാണെങ്കിൽ, അതർ മെമ്പേഴ്സ് ഇന്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ അതർ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാകാം, അതർ മെമ്പേഴ്സ് ഇൻക്ലൂഡ്സ്, ആരൊക്കെയാകാം, അതർ മെമ്പേഴ്സ് ഇൻക്ലൂഡ്സ് ദോസ് നോട്ട് അതർവൈസ് എൻടൈറ്റിൽഡ് ടു വോട്ട്. ഓക്കെ, വോട്ടിംഗ് റൈറ്റ് ഇല്ലാത്ത മെമ്പേഴ്സും ഏതിനകത്ത് ഉൾപ്പെടും, ഈ അതർ മെമ്പേഴ്സിനകത്ത് ഉൾപ്പെടും. ഓക്കെ ആണോ, കഥ മനസ്സിലായ? ഇവിടെ ഒന്നുമില്ല, കമ്പനി, ഈ കമ്പനി ഏത് കമ്പനിയാണ് നമ്മൾ എക്സംപ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ അതൊരു ഹോൾലി ഓൺഡ് സബ്സിഡറി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പാർട്ട്ലി ഓൺഡ് സബ്സിഡറി ആയിരിക്കാം. ഏത് സബ്സിഡറി ആയിക്കോട്ടെ, ആ കമ്പനിയിലെ അതർ മെമ്പേഴ്സ് എല്ലാവരും കൂടി പറയുകയാണ്, നിങ്ങൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തതിൽ പ്രശ്നമൊന്നുമില്ല. അതായത് ഇത്രയേ ഉള്ളൂ, വെദർ ഇറ്റ് ഈസ് ഹോൾലി ഓൺഡ് സബ്സിഡറി ഓർ എ പാർഷ്യലി ഓൺഡ് സബ്സിഡറി. ഓക്കെ, ഒന്നുകിൽ അതൊരു ഹോൾലി ഓൺഡ് സബ്സിഡറി ആയിരിക്കും, അല്ലെങ്കിൽ പാർഷ്യലി ഓൺഡ് സബ്സിഡറി ആയിരിക്കാം, മറ്റൊരു കമ്പനിയുടെ പാർഷ്യലി ഓൺഡ് സബ്സിഡറി ആയിരിക്കാം. ഓക്കെ ആണോ? എന്തൊക്കെയായാലും ഓൾ ഓഫ് ഇറ്റ്സ് അതർ മെമ്പേഴ്സ്, ആ കമ്പനികളിലെ ഏതൊക്കെ കമ്പനി, ഒന്നുകിൽ ഹോൾലി ഓൺഡ് സബ്സിഡറി അല്ലെങ്കിൽ പാർഷ്യലി ഓൺഡ് സബ്സിഡറി. ഓക്കെ, ഏത് ആയാലും ആ കമ്പനിയിലെ അതർ മെമ്പേഴ്സ് പറയുകയാണ്, എങ്ങനെ പറയുകയാണ്, ഇന്റിമേറ്റ് ചെയ്യുകയാണ്. എങ്ങനെ ഇന്റിമേറ്റ് ചെയ്യുകയാണ്, ഇൻ റൈറ്റിംഗ്. ഓക്കെ, എഴുതിയ ഒരു ലെറ്ററിലൂടെ അവർ ഇന്റിമേറ്റ് ചെയ്യുകയാണ്, അറിയിക്കുകയാണ് കമ്പനിയെ. എന്താണ്, നിങ്ങൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നില്ലല്ലോ, അങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തില്ലെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് ആര് പറയുകയാണെങ്കിൽ, അവിടുത്തെ മെമ്പേഴ്സ് പറയുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ കമ്പനികൾക്ക് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ക്ലിയർ ആയോ കഥ? കഥ ഇത്രയേ ഉള്ളൂ. Whether it is wholly owned subsidiary or a partially owned subsidiary, okay, but the majority of its members or other members, including those who have not entitled to വോട്ട്, ഓക്കെ, വോട്ടിംഗ് റൈറ്റ് ഇല്ല മെമ്പേഴ്സും അതിനകത്ത് ഉൾപ്പെടും. ആ മെമ്പേഴ്സ് പറയുകയാണ്, നിങ്ങൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നില്ലല്ലോ, അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല, കുഴപ്പമില്ല. ഓക്കെ, ഡു നോട്ട് ഒബ്ജക്ട്, എതിരഭിപ്രായമൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ട, ആ കമ്പനികൾക്കും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ക്ലിയർ ആയ കഥ? ഓക്കെ ആണേ? രണ്ട് നോക്കിയേ, ഇറ്റ് ഈസ് എ കമ്പനി ഹൂസ് സെക്യൂരിറ്റീസ് ആർ നോട്ട് ലിസ്റ്റഡ്. ഓക്കെ, ഇറ്റ് ഈസ് എ കമ്പനി, ഇതൊരു കമ്പനിയാണ്, ഹൂസ് സെക്യൂരിറ്റീസ് ആർ നോട്ട് ലിസ്റ്റഡ്. കമ്പനിയുടെ സെക്യൂരിറ്റീസ് എന്ത് ചെയ്തിട്ടില്ല, ലിസ്റ്റ് ചെയ്തിട്ടില്ല. എന്താണ് ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? ലിസ്റ്റിംഗ് മീൻസ് ഇൻക്ലൂഷൻ ഓഫ് ദ സെക്യൂരിറ്റീസ്, അഡ്മിഷൻ ഓഫ് ദ സെക്യൂരിറ്റീസ്. ഓക്കെ, ഒന്നുകിൽ എന്ത് ചെയ്യുന്നു, ഒരു കമ്പനിയുടെ ഷെയർസ്, സ്റ്റോക്ക് എന്ത് ചെയ്യുന്നു, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ പേര്, അതിന്റെ ആ ഒരു ലിസ്റ്റ്, ഒഫീഷ്യൽ ലിസ്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കേണ്ട പേരാണ് എന്ന് വിളിക്കുക, ലിസ്റ്റിംഗ് എന്ന് വിളിക്കുക. ഓക്കെ, ഒഫീഷ്യലി അഡ്മിറ്റഡ്. ഓക്കെ, ഒഫീഷ്യലി അഡ്മിറ്റഡ് ദ നമ്പർ ഓഫ് ഷെയർസ് ഫോർ ട്രേഡിംഗ്. ഓക്കെ, ട്രേഡിംഗ്
ഇൻ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഫീഷ്യലി അഡ്മിറ്റ് ചെയ്യുന്നു. ആ കമ്പനിയുടെ ഷെയർസിനെ ഒഫീഷ്യലി അഡ്മിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്തെന്ന് വിളിക്കുക? ലിസ്റ്റിംഗ് എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് എ കമ്പനി ഹൂസ് സെക്യൂരിറ്റീസ് ആർ നോട്ട് ലിസ്റ്റഡ്. ഓക്കെ, ഇതൊരു കമ്പനിയാണ്. ആ കമ്പനിയുടെ സെക്യൂരിറ്റീസ് എന്ത് ചെയ്തിട്ടില്ല? ലിസ്റ്റ് ചെയ്തിട്ടില്ല. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കമ്പനീസിന്റെ സെക്യൂരിറ്റീസ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓർ ആർ നോട്ട് ഇൻ ദ പ്രോസസ് ഓഫ് ലിസ്റ്റിംഗ്. അവർ ഏത് പ്രോസസ്സിലും അല്ല? ലിസ്റ്റിംഗ് പ്രോസസ്സിലും അല്ല. ഓക്കെ, ഓൺ എനി സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഓക്കെ, വെദർ ഇൻ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യക്കകത്തോ പുറത്തോ ഉള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും അവരെന്ത് ചെയ്തിട്ടില്ല? ഇതുവരെയും അവരുടെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഇതുവരെയും അവർ ഏത് പ്രോസസ്സിലും അല്ല? ലിസ്റ്റിംഗ് പ്രോസസ്സിലും അല്ല. ഓക്കെ, അങ്ങനെയുള്ള കമ്പനികളെയും എന്ത് ചെയ്തിട്ടുണ്ട്? എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ ആണോ പറഞ്ഞത്? രണ്ട് കാര്യങ്ങൾ. ഒന്നുകിൽ ആ കമ്പനി ഹോളി ഓൺഡ് സബ്സിഡറി ആയിരിക്കാം, അല്ലെങ്കിൽ പാർഷ്യലി ഓൺഡ് സബ്സിഡറി ആയിരിക്കാം. ഏതോ ആയിക്കോട്ടെ, ഏതായാലും ആ കമ്പനിയിലെ അതർ മെമ്പേഴ്സ് ഇൻക്ലൂഡ്സ് ദോസ് ഹു ഹാവ് നോ റൈറ്റ് ടു വോട്ട്. ഓക്കെ, ആൻഡ് ദേ ഇൻറ്റിമേറ്റ് ഇൻ റൈറ്റിംഗ്. അവരെന്ത് ചെയ്യുകയാണ്? എഴുതി തയ്യാറാക്കി ഒരു ലെറ്ററിലൂടെ ഇൻറ്റിമേറ്റ് ചെയ്യുകയാണ്, അറിയിക്കുകയാണ് കമ്പനിയെ. ദേ ഡു നോട്ട് ഒബ്ജെക്ട് ടു ദി കമ്പനി. ഓക്കെ, അവർ കമ്പനികൾ എന്ത് ചെയ്തിട്ടില്ലെങ്കിലും, നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ലെങ്കിലും, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രസന്റ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് പ്രോബ്ലം ഒന്നുമില്ല, നമ്മൾ അതിനെ ഒബ്ജക്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് എതിരെ അഭിപ്രായമില്ല എന്ന് പറയുകയാണെങ്കിൽ ആ കമ്പനിക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തതിലും കുഴപ്പമില്ല. രണ്ട് പറഞ്ഞത് എ കമ്പനി ഹൂസ് സെക്യൂരിറ്റീസ് ആർ നോട്ട് ലിസ്റ്റഡ്. ഒന്നുകിൽ ആ കമ്പനിയുടെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവത്തില്ല, ഓർ ആർ നോട്ട് ഇൻ ദ പ്രോസസ് ഓഫ് ലിസ്റ്റിംഗ് പ്രോസസ്സിലും അല്ല. ഇൻ എനി സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് വെദർ ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യക്ക് പുറത്തോ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഇതുവരെയും ലിസ്റ്റ് ചെയ്തിട്ടില്ല, ഇനി ലിസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിലും അല്ല എങ്കിൽ ആ കമ്പനികളെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഏതിനകത്താണ് പറയുന്നത്? 2016 കമ്പനീസ് അമെൻമെന്റ് റൂൾസ്. ഓക്കെ, നോക്കൂ. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്. ഇറ്റ്സ് അൾട്ടിമേറ്റ് ഓർ എനി ഇന്റർമീഡിയറ്റ് holding company files consolidated financial statement with the registrar which are in compliance with the applicable accounting standards. എന്താ പറയുന്നത്? ഇറ്റ്സ് അൾട്ടിമേറ്റ് ഓർ എനി ഇന്റർമീഡിയറ്റ് ഹോൾഡിംഗ് കമ്പനി. എന്താണ് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ? അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിലുള്ള എന്ത്? ഹോൾഡിംഗ് കമ്പനി. ഇനി എന്താണ് ഇന്റർമീഡിയറ്റ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ എ ബി സി. ഓക്കെ, ബി എന്ന് പറയുന്ന കമ്പനിയെ എ ഹോൾഡ് ചെയ്യുന്നു, സി എന്ന് പറയുന്ന കമ്പനിയെ ബി ഹോൾഡ് ചെയ്യുന്നു. ഇവിടെ അൾട്ടിമേറ്റ് ഹോൾഡിംഗ് എന്ന കമ്പനി എന്ന് പറഞ്ഞാൽ എ ആണ്, ഇന്റർമീഡിയറ്റ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ ബി ആണ്. ഏതിനെ സംബന്ധിച്ചിടത്തോളം? സി എന്ന് പറയുന്ന സബ്സിഡിയറിയെ സംബന്ധിച്ചിടത്തോളം. ക്ലിയർ ആണോ? അപ്പോ ഇറ്റ്സ് അൾട്ടിമേറ്റ്, ഒന്നെങ്കിൽ അൾട്ടിമേറ്റ് ഹോൾഡിംഗ് കമ്പനി ഓർ എനി ഇന്റർമീഡിയറ്റ് ഹോൾഡിംഗ് കമ്പനി. ഏതെങ്കിലും, ചിലപ്പോൾ ബി ആയിരിക്കാം, ചിലപ്പോൾ വേറെ ഏതെങ്കിലും കമ്പനി ആയിരിക്കാം ഹോൾഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കമ്പനി എനി ഇന്റർമീഡിയറ്റ് ഹോൾഡിംഗ് കമ്പനി ഫയൽസ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിത്ത് ദ രജിസ്ട്രാർ. ഓക്കെ, ഒന്നെങ്കിൽ സബ്സിഡി, ഇവിടെ സബ്സിഡി കമ്പനി നമ്മൾ സിയുടെ പോയിന്റിൽ നിന്നാണ് നോക്കുന്നത്. സിയുടെ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ സിയുടെ അൾട്ടിമേറ്റ് കമ്പനിയോ സിയുടെ ഇന്റർമീഡിയറ്റ് കമ്പനിയോ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് എന്ത് ചെയ്തിട്ടുണ്ട്? രജിസ്ട്രാറിന് ഫയൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വിച്ച് ആർ ഇൻ കംപ്ലയൻസ് വിത്ത് ദി ആപ്ലിക്കബിൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, കമ്പനികൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഏതെങ്കിലും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട്, ഓക്കെ, ഏതെങ്കിലും ആപ്ലിക്കബിൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് മാത്രം പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ആപ്ലിക്കബിൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കംപ്ലൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് ആപ്ലിക്കബിൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആർക്ക് ഫയൽ ചെയ്തിട്ടുണ്ട്? രജിസ്ട്രാറിന് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കമ്പനികളും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്താ പറയുന്നത്? ഈ കമ്പനിയുടെ അൾട്ടിമേറ്റ് ഓർ ഇന്റർമീഡിയറ്റ് ഹോൾഡിംഗ് കമ്പനി, ഏത് കമ്പനിയാണോ നമ്മൾ എക്സംപ്റ്റ് ചെയ്യുന്നത്, ആ എക്സംപ്റ്റ് ചെയ്യപ്പെടേണ്ട കമ്പനിയുടെ അൾട്ടിമേറ്റ് ഹോൾഡിംഗ് കമ്പനിയോ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഹോൾഡിംഗ് കമ്പനിയോ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്തിട്ടുണ്ട് രജിസ്ട്രാറിന്. ആ ഫയൽ ചെയ്തിട്ടുള്ളത് ഏത് പ്രകാരം തന്നെയാണ്? ഇൻ കംപ്ലയൻസ് വിത്ത് ദി ആപ്ലിക്കബിൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം തന്നെയാണ്. ഓക്കെ, ഇന്ത്യയിലുള്ള ആപ്ലിക്കബിൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ കമ്പനികൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്
ആർക്ക് ഫയൽ ചെയ്തിട്ടുള്ളത്? രജിസ്ട്രാറിന് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനികളെയും എന്ത് ചെയ്തിട്ടുണ്ട്? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ ആണോ അല്ലേ? ഓക്കെ, ഇപ്പൊ 3 കഥകളാണ് പറഞ്ഞത്. ഏതിനകത്ത് പറയുന്ന കഥകൾ? ഇനി നമ്മൾ അടുത്തത് ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം എക്സംഷൻ പഠിക്കും. ഓക്കെ, അപ്പം മനസ്സിലാക്കി വെക്കുക. 2016 കമ്പനീസ് അമെൻമെന്റ് റൂൾസ് പ്രകാരം 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, ഇല്ലേ, എന്താ പറയുന്നത്? എ കമ്പനി ഈസ് നോട്ട് റിക്വയർഡ് ഇഫ് ഇറ്റ് മീറ്റ്സ് ദ ഫോളോയിങ് കണ്ടീഷൻ. താഴെ പറയുന്ന കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതൊക്കെയാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്? ഒന്നൊരു ഹോളി ഓൺഡ് സബ്സിഡിയറിയോ പാർട്ലി ഓൺഡ് സബ്സിഡിയറി ആയിരിക്കാം. ഏതായാലും ആ കമ്പനിയുടെ അതർ മെമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് ദോസ് ഹു ഹാവ് നോട്ട് എൻടൈൽഡ് ടു വോട്ട് ഹാവ് ബീൻ ഇന്റിമേറ്റഡ് ഇൻ റൈറ്റിംഗ് ഡു നോട്ട് ഒബ്ജെക്ട് ടു ദി കമ്പനി നോട്ട് പ്രസന്റിംഗ് ദ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നിങ്ങൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്താലും നമുക്ക് ഒബ്ജക്ഷൻ ഒന്നുമില്ല സർ എന്നാണ് ആര് പറയുന്നത്? ആ മെമ്പേഴ്സ് പറയുന്നത്. ഓക്കെ ആണോ അല്ലേ? ആണ്. ഇനി രണ്ടാമത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് എ കമ്പനി ഹൂ സെക്യൂരിറ്റീസ് ആർ നോട്ട് ലിസ്റ്റഡ്. ഓക്കെ, ആ കമ്പനികളുടെ സെക്യൂരിറ്റീസ് ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടില്ല, ആ ലിസ്റ്റിംഗ് പ്രോസസ്സിലും അല്ലാന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? പറ, എക്സംപ്റ്റ് ചെയ്യാം. മൂന്നാമത് പറയുന്നത്, ഈ പറയുന്ന കമ്പനി ഏത് കമ്പനിയാണോ എക്സംപ്റ്റ് ചെയ്യുന്നത് ആ കമ്പനിയുടെ അൾട്ടിമേറ്റ് ഓർ ഇന്റർമീഡിയറ്റ് ഹോൾഡിംഗ് കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? അൾട്ടിമേറ്റ് ഓർ ഇന്റർമീഡിയറ്റ് ഹോൾഡിംഗ് കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? രജിസ്ട്രാറിന് ഓൾറെഡി ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന്. അത് ഏത് വെച്ചിട്ടാണ് ഫയൽ ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഇന്ത്യയിലുള്ള ആപ്ലിക്കബിൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ചെയ്തുകൊണ്ടാണ്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വീണ്ടും അവരെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ആണോ അല്ലേ? ആണ്. കഥ മനസ്സിലായി? ഇനി നോക്കി, നീഡ് ഫോർ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. എന്തൊക്കെയാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ നീഡ്? നീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യകത. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ജസ്റ്റ് പോയിന്റുകളായിട്ട് ചോദിക്കുക. ഇത് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് എസ് എഴുതാനൊന്നും ചോദിക്കില്ല, പക്ഷെ ഇങ്ങനെയായിരിക്കും ചോദിക്കുക. താഴെ പറയുന്നവയിൽ ഏതിന്റെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെടാത്ത സ്റ്റേറ്റ്മെന്റ് ഏത് എന്നായിരിക്കും ചോദിക്കുക. അല്ലെങ്കിൽ അതിന്റെ നീഡ് താഴെ പറയുന്നതിൽ ഏതല്ല എന്ന് ചോദിക്കുക, ഏതാണ് എന്ന് ചോദിക്കാം. ഓക്കെ ആണോ? അപ്പൊ ഈ പോയിന്റുകളെല്ലാം മനസ്സിലാക്കണ്ടേ? അപ്പൊ ഇങ്ങോട്ട് നോക്കൂ. ടു അസർടൈൻ ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ദ ഗ്രൂപ്പ് ആസ് എ ഹോൾ. ഇവിടെ നമ്മൾ പറയേണ്ടത് ആരെ കുറിച്ചിട്ടാണ്? ഗ്രൂപ്പ് ആസ് എ ഹോൾ. ഓക്കെ, ഒരു ഗ്രൂപ്പിന്റെ മുഴുവനായിട്ടുള്ള ഫിനാൻഷ്യൽ പെർഫോമൻസ് അസർടൈൻ ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് മനസ്സിലാക്കി, ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ദ ഗ്രൂപ്പ്. ക്ലിയർ ആണോ അല്ലേ? ആണ്. 2, ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ എന്താ? പ്രോഫിറ്റബിലിറ്റി. ഓക്കെ, ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോഫിറ്റബിലിറ്റി. ഓക്കെ, എവിടെയാണ് അവർ ഉള്ളത്, അവരുടെ എഫിഷ്യൻസി എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഗ്രൂപ്പ് മൊത്തത്തിൽ. ക്ലിയർ ആണോ അല്ലേ? ആണ്. അടുത്തതോ, ടു അസർടൈൻ ദി ഫിനാൻഷ്യൽ പൊസിഷൻ. ഓക്കെ, എന്ത് മനസ്സിലാക്കുക? ഫിനാൻഷ്യൽ പൊസിഷൻ. ആരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ? ഓഫ് ദ ഗ്രൂപ്പ് എന്ന് തന്നെ പറയണം. എങ്കിലേ അത് ആരുടെ ഒബ്ജക്റ്റ് ആവത്തുള്ളൂ? ആരുടെ ഒബ്ജക്റ്റ് ആവത്തുള്ളൂ? പറ. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ നീഡ് ആവത്തുള്ളൂ. ക്ലിയർ ആണോ അല്ലേ? ആണ്. ഒന്ന്, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ഒരു ഗ്രൂപ്പിന്റെ മുഴുവനായിട്ടുള്ള ഫിനാൻഷ്യൽ പെർഫോമൻസ്, അതായത് പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കാം. ക്ലിയർ ആണോ അല്ലേ? ആണ്. 2, ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാം. ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് വിളിക്കുന്ന പേരാണ് ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ക്ലിയർ ആണോ അല്ലേ? ആണ്. 3, ടു അസർടൈൻ ദി അപ്രോപ്രിയേറ്റ് വാല്യൂ ഓഫ് ദ ഷെയർ ഓഫ് എ ഹോൾഡിംഗ് കമ്പനി. To ascertain the appropriate value of the share of a holding company. ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ വാല്യൂ എത്രയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ. ഓക്കെ ആണോ? ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയറിന്റെ വാല്യൂ അസർടൈൻ ചെയ്യാൻ. ടു ദ അപ്രോപ്രിയേറ്റ് വാല്യൂ ഓഫ് ദി ഷെയർസ് ഓഫ് എ ഹോൾഡിംഗ് കമ്പനി. ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയറിന്റെ വാല്യൂ എത്രയാണെന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ഒന്ന് പഠിച്ചു, ഫിനാൻഷ്യൽ പെർഫോമൻസ്. 2, ഫിനാൻഷ്യൽ പൊസിഷൻ. 3, വാല്യൂ ഓഫ് ദി ഹോൾഡിംഗ് കമ്പനി. ക്ലിയർ ആണോ അല്ലേ? ആണോ? ഓക്കെ, സോ നെക്സ്റ്റ് നോക്കിയേ. 4, ടു അസർടൈൻ വെദർ ആൻ എക്സസീവ്, അധികമായിട്ടോ, ഓർ അതർവൈസ് price has been paid for acquiring the shares of the subsidiary company. സബ്സിഡറി കമ്പനിയെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടേ നമ്മൾ എക്സസീവ് ആയിട്ടുള്ള, അധികമായിട്ടുള്ള ഒരു പൈസ കൊടുത്തിട്ടുണ്ടോ? ഓക്കെ, എമൗണ്ട് കൊടുത്താണോ, പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്താണോ വാങ്ങിയിട്ടുള്ളത്? ഓർ അതർവൈസ് പ്രൈസ് ഹാസ് ബീൻ പെയ്ഡ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സ്ട്രാ പൈസ കൊടുത്താണോ നമ്മൾ വാങ്ങിയിട്ടുള്ളത് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഏതിൽ നോക്കിയാൽ അറിയാം? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നോക്കിയാൽ അറിയാം.
ക്ലിയർ ആണ് കഥ? ഓക്കെ അല്ലേ? ഒന്ന് പറഞ്ഞു ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് എ ഗ്രൂപ്പ്, രണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഗ്രൂപ്പ്, മൂന്ന് പറഞ്ഞു ഏത് ദ വാല്യൂ ഓഫ് ദ ഷെയർസ് ഓഫ് ദി ഹോൾഡിംഗ് കമ്പനി. ഓക്കെ, ഹോൾഡിംഗ് കമ്പനിയുടെ എക്സാക്ട് വാല്യൂ, ദ വാല്യൂ ഓഫ് ദി മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ദി എക്സിസ്റ്റിംഗ് കമ്പനി, അല്ലെങ്കിൽ ദി വാല്യൂ ഓഫ് ദി ഹോൾഡിംഗ് കമ്പനി. ഓക്കെ, ഓർ അല്ലെങ്കിൽ നമുക്ക് പറയാം ലാസ്റ്റിൽ പറഞ്ഞ എന്താണ്, excessive or otherwise stated price has been paid for acquiring the shares of the subsidiary company. സബ്സിഡറി കമ്പനിയുടെ ഷെയർസ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അധികമായിട്ട് എന്തെങ്കിലും പണം കൊടുത്തിട്ടുണ്ടോ? ഓക്കെ, പർച്ചേസ് കൺസിഡറേഷൻ എത്രയാണ്? അങ്ങനെയാണെങ്കിൽ തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ ഗുഡ്വിൽ എന്ന് വിളിക്കും. എങ്കിൽ ഗുഡ്വിൽ എത്രയാണ്? ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഏത് നോക്കിയേ പറ്റത്തുള്ളൂ? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ പറ്റത്തുള്ളൂ. ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ ആണോ അല്ലേ? ഓക്കെ, ക്ലിയർ? ഇനി നോക്കൂ, എക്സ്ക്ലൂഷൻ ഫ്രം പ്രിപ്പറേഷൻ ഓഫ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. നേരത്തെ പറഞ്ഞത് എക്സംഷൻ, ഇവിടെയും അത് തന്നെയാണ്. ചില കമ്പനികളെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഏത് പ്രകാരമാണ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളത്? AS 21 ആണ്. നമ്മൾ അവിടെ പഠിച്ചത് കമ്പനീസ് അമെൻഡ്മെന്റ് റൂൾസ് 2016 പ്രകാരം എക്സംഷൻ ആണ്. ഇവിടെ പറയുന്നത് ആസ് പെർ AS 21 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 21 പ്രകാരം, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 21 പ്രകാരം എ സബ്സിഡിയറി ഷുഡ് ബി എക്സ്ക്ലൂഡഡ്. ഒരു സബ്സിഡിയറിനെ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട് ഫ്രം കൺസോളിഡേഷൻ. ഏതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്? കൺസോളിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ നിന്നേ ഒഴിവാക്കിയിട്ടുണ്ട്. ഏത് പ്രകാരം? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 21 പ്രകാരം എന്ന് കറക്റ്റ് ആയിട്ട് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഈ പോയിന്റുകൾ എഴുതാൻ പാടുള്ളൂ. ഏത് പ്രകാരമാണെന്ന് പറയുകയാണെങ്കിൽ കമ്പനീസ് അമെൻഡ്മെന്റ് റൂൾസ് 2016 പ്രകാരമാണെങ്കിൽ നമ്മൾ അവിടെ പഠിച്ച ഏതാ ആ ഒരു 3 പോയിന്റ് ആയിരിക്കണം പറയേണ്ടത്. ക്ലിയർ ആണ്? ഇവിടെ പറയുന്നത് കൺട്രോൾ ഈസ് ഇന്റൻഡഡ് ടു ബി ടെമ്പററി. കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? കൺട്രോൾ മീൻസ്, നിങ്ങൾ ഇത്രയും അതൊരു ഡീറ്റെയിൽഡ് ടോപ്പിക്കാണ്. കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വോട്ടിംഗ് പവർ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ കൺട്രോൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുക? അവരുടെ മോർ ദാൻ 50% ഓഫ് ഷെയർസ് നമ്മൾ ഹോൾഡ് ചെയ്യുക. ദെൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നമുക്ക് ഉണ്ടാക്കുക ഒരു കൺട്രോൾ ഉണ്ടാകുക. കൺട്രോളിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ വോട്ടിംഗ് പവർ ഉണ്ടായിരിക്കുക. ഓക്കെ, ദെൻ നമുക്ക് എന്ത് പറയാം? കൺട്രോൾ ഉണ്ടെന്ന് പറയാം. കൺട്രോൾ ഈസ് ഇന്റൻഡഡ് ടു ബി ടെമ്പററി. ഓക്കെ, കൺട്രോൾ എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ടുള്ളതാണ്. ബിക്കോസ് ദ സബ്സിഡിയറി ഈസ് അക്വയർഡ് ആൻഡ് held exclusively with a view to its subsequent disposal in the near future. അതായത് നിയർ ഫ്യൂച്ചറിൽ ഇത് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ഈ സബ്സിഡിയറി കമ്പനിയെ ഡിസ്പോസ് ചെയ്യാൻ, അതായത് സബ്സിഡിയറി കമ്പനിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഷെയർസ് വിട്ട് ഈ കമ്പനിയെ ഒഴിവാക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അതായത് കൺട്രോൾ എന്ന് പറയുന്നത് ടെമ്പററി ആണ്. ഓക്കെ, വോട്ടിംഗ് പവർ 51% ഷെയർസ് ഉണ്ട്. ഓക്കെ, ബട്ട് അത് ടെമ്പററി ആണ്. ടെമ്പററി എന്ന് പറഞ്ഞാൽ എന്താ? ലോങ് ടേമിലേക്ക് അല്ല ആ കമ്പനിക്ക് ഏതിൽ ഇൻവെസ്റ്റ് ഉള്ളത്? ആ ഒരു സബ്സിഡിയറി കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദ സബ്സിഡിയറി കമ്പനി ഈസ് അക്വയർഡ് ആൻഡ് ഹെൽഡ്. സബ്സിഡിയറി കമ്പനിയെ അക്വയർ ചെയ്തു, ഹെൽഡ് ചെയ്ത് വെക്കുന്നു. എക്സ്ക്ലൂസീവ്ലി, എക്സ്ക്ലൂസീവ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനു വേണ്ടി മാത്രമാണ്. എക്സ്ക്ലൂസീവ്ലി വിത്ത് എ വ്യൂ ടു ഇറ്റ്സ് സബ്സിക്വന്റ് ഡിസ്പോസൽ ഇൻ ദ നിയർ ഫ്യൂച്ചർ. ഓക്കെ ആണോ? എക്സ്ക്ലൂസീവ്ലി വിത്ത് എ വ്യൂ ടു ഇറ്റ്സ് സബ്സിക്വന്റ് ഡിസ്പോസൽ. സബ്സിക്വന്റ് ഡിസ്പോസൽ എന്ന് ഉടനെ തന്നെ അതിന് എന്ത് ചെയ്യാം? ഡിസ്പോസ് ചെയ്യാം ഇൻ ദ നിയർ ഫ്യൂച്ചർ. ഓക്കെ, ക്ലിയർ ആയി? എന്താ പറഞ്ഞത്? ഒന്നാമത്തെ പോയിന്റ് ഏത് പ്രകാരം? AS 21 പ്രകാരം എ സബ്സിഡിയറി ഷുഡ് ബി എക്സ്ക്ലൂഡഡ് ഫ്രം കൺസോളിഡേഷൻ. ഒരു സബ്സിഡിയറി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏതിൽ നിന്ന്? കൺസോളിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. കൺട്രോൾ എന്ന് പറയുന്നത്, കൺട്രോൾ എന്ന് പറഞ്ഞാൽ വോട്ടിംഗ് പവർ 51% ഷെയർസ് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അവിടെ വോട്ടിംഗ് പവർ ഉണ്ട്, കൺട്രോൾ ഉണ്ട് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എന്തുണ്ടായിരിക്കണം? കൺട്രോൾ ഉണ്ടായിരിക്കണം. ദാറ്റ് കൺട്രോൾ ഈസ് ഇന്റൻഡഡ് ടു ബി ടെമ്പററി. ടെമ്പററി കൺട്രോൾ ആണ്. ടെമ്പററി എന്ന് പറഞ്ഞാൽ എന്താ? നാളെ എന്ത് ചെയ്യാം? ഈ കമ്പനിയെ ഡിസ്പോസ് ചെയ്യാം. കമ്പനിയിൽ നിന്ന് വാങ്ങിയ ഷെയർസ് എന്താ വിട്ടുകൊണ്ട് ഈ ഒരു സബ്സിഡിയറി കമ്പനി, ഈ കമ്പനിയെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കാം. ക്ലിയർ ആണോ? സോ കൺട്രോൾ ഈസ് ഇന്റൻഡഡ് ടു ബി ടെമ്പററി ബിക്കോസ് എന്തുകൊണ്ടാ? ദ സബ്സിഡിയറി ഈസ് അക്വയർഡ് ആൻഡ് ഹെൽഡ്. സബ്സിഡിയറിയെ അക്വയർ ചെയ്തു, അതിനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എക്സ്ക്ലൂസീവ്ലി വിത്ത് എ വ്യൂ ടു ഇറ്റ്സ് സബ്സിക്വന്റ് ഡിസ്പോസൽ ഇൻ ദ നിയർ ഫ്യൂച്ചർ. നിയർ ഫ്യൂച്ചറിൽ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഈ കമ്പനിക്ക്, ആ സബ്സിഡിയറി കമ്പനിയെ ലോങ് ടേമിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല. ഓക്കെ ആണോ?
ക്ലിയർ. സോ അങ്ങനെയുള്ള കമ്പനികൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൺസോളിഡേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ട്, ഇറ്റ് ഓപ്പറേറ്റ്സ്, ദാറ്റ് പെർട്ടിക്കുലർ കമ്പനി ഓപ്പറേറ്റ്സ് അണ്ടർ സിവിയർ ലോങ് ടേം റെസ്ട്രിക്ഷൻസ്. ഓക്കെ, കുറെ ലോങ് ടേം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഓക്കെ, ഈ കമ്പനികൾക്ക് എന്തുണ്ട്, ദീസ് കമ്പനീസ് ഓപ്പറേറ്റ്സ് അണ്ടർ സിവിയർ ലോങ് ടൈം റെസ്ട്രിക്ഷൻ, കുറച്ച് നിയന്ത്രണങ്ങൾ, ലോങ് ടേമിലേക്കുള്ള റെസ്ട്രിക്ഷൻസ് ഉള്ള കമ്പനികളാണ്. വിച്ച് സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പയർ ഇറ്റ്സ് എബിലിറ്റി ടു ട്രാൻസ്ഫർ ഫണ്ട്സ് ടു ദി പാരന്റ്. അതായത് നമ്മുടെ ആരുടെ വ്യൂ പോയിന്റിൽ നിന്നാണ് പറയുന്നത്, സബ്സിഡിയറി കമ്പനിയുടെ വ്യൂ പോയിന്റിൽ നിന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് സബ്സിഡിയറി കമ്പനി ഓപ്പറേറ്റ്സ് അണ്ടർ സിവിയർ ലോങ് ടേം റെസ്ട്രിക്ഷൻ, അതായത് ലോങ് ടേമിലേക്ക് കുറച്ച് നിയന്ത്രണങ്ങൾ ആ കമ്പനിക്ക് മേലുണ്ട്. ഓക്കെ, അങ്ങനെ ആ നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ സബ്സിഡിയറി കമ്പനിക്ക് എന്ത് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. സബ്സിഡിയറി കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ അക്വയർ ചെയ്യുന്ന, അവർ നേടിയെടുക്കുന്ന, ജനറേറ്റ് ചെയ്യുന്ന ഫണ്ടുകൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്, പാരന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉള്ള എബിലിറ്റിക്ക് എന്ത് സംഭവിച്ചു, ഇമ്പയർമെന്റ്. എന്താ ഇമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ വീക്കൻഡ്. ഓക്കെ ആണോ? ഓക്കെ, ക്ലിയർ. കഥ ഇത്രയേ ഉള്ളൂ. ഈ ഒരു സബ്സിഡിയറി കമ്പനിക്ക് ലോങ് ടേമിലേക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് എന്തുണ്ട്, ചിലപ്പോൾ കമ്പനിക്ക് അകത്തുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ലോങ് ടേം റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഫണ്ടുകൾ പാരന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലും ആ കമ്പനികൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൺസോളിഡേഷനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത് പറഞ്ഞ കഥ ഇത്രയേ ഉള്ളൂ. കൺട്രോൾ എന്ന് പറയുന്നത് ടെമ്പററി ആണ്, അതായത് നിയർ ഫ്യൂച്ചറിൽ ആ ഒരു സബ്സിഡിയറി എന്ത് ചെയ്യാം, ഡിസ്പോസ് ചെയ്യാം, എങ്കിൽ കൺസോളിഡേഷൻ ചെയ്യണ്ട. രണ്ട് പറയുന്നത് ഈ ഒരു സബ്സിഡിയറി ലോങ് ടേം റെസ്ട്രിക്ഷൻസ് കമ്പനിക്ക് മേലുണ്ട്. ഓക്കെ, സിവിയർ ആയിട്ടുള്ള, സിവിയർ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഡീപ്പ് ആയിട്ടുള്ള എന്തുണ്ട്, ലോങ് ടേം റെസ്ട്രിക്ഷൻസിലൂടെയാണ് ആ കമ്പനി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഫണ്ടുകൾ, അവർ ക്രിയേറ്റ് ചെയ്യുന്ന, ജനറേറ്റ് ചെയ്യുന്ന ഫണ്ടുകൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നു, പാരന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. ഓക്കെ, അതാണ് എബിലിറ്റി, ഇമ്പയർ ഇറ്റ്സ് എബിലിറ്റി എന്ന് പറയുന്നത്. ഇമ്പയർമെന്റ് എന്ന് പറഞ്ഞാൽ വീക്കൺ ചെയ്യുക. ഓക്കെ, ക്ലിയർ ക്ലിയർ. ഓക്കെ, അപ്പൊ കഥ മനസ്സിലായി. അപ്പോ എക്സ്ക്ലൂഷൻ ഫ്രം പ്രിപ്പറേഷൻ ഓഫ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 21 ഒരു സബ്സിഡിയറിയെ എക്സ്ക്ലൂഡ് ചെയ്യാമെന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളിലാണ് പറയുന്നത്. ഒന്ന്, ടെമ്പററി ആയിരിക്കണം കൺട്രോള്. രണ്ട്, സിവിയർ ലോങ് ടൈം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ സബ്സിഡിയറി കമ്പനിക്ക് അവരുടെ ഫണ്ടുകൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നു, പാരന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. മനസ്സിലായ കഥ? ഓക്കെയാണ്. നെക്സ്റ്റ് നോക്കി, രണ്ട് നോട്ട് പറയുന്നുണ്ട്. എന്താ നോട്ട് നോക്കി, ദ റീസൺസ് ഫോർ നോട്ട് കൺസോളിഡേറ്റിംഗ് എ സബ്സിഡിയറി ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ദ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. നല്ല പോയിന്റ് ആണ്. ഓക്കെ, എന്ത് ചെയ്തിരിക്കണം, ദ റീസൺസ് ഫോർ നോട്ട് കൺസോളിഡേറ്റിംഗ് എ സബ്സിഡിയറി, ഒരു സബ്സിഡിയറിയെ നമ്മൾ കൺസോളിഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, കൺസോളിഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഒരു സ്റ്റേറ്റ്മെന്റിനകത്തേക്ക് എഴുതുക. ഓക്കെ അല്ലേ? അപ്പോൾ സബ്സിഡിയറിയുടെ സ്റ്റേറ്റ്മെന്റിന്റെ അല്ലെങ്കിൽ സബ്സിഡിയറിയുടെ ഡേറ്റാസും ഉണ്ടാവും, അതിനകത്ത് പാരന്റ് ഡേറ്റാസ് കൂടി കമ്പൈൻ ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസോളിഡേറ്റിലേക്ക് എഴുതുക. കഥ മനസ്സിലാവുന്നുണ്ടല്ലോ. സോ ദ റീസൺസ് ഫോർ നോട്ട് കൺസോളിഡേറ്റിംഗ് എ സബ്സിഡിയറിയെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസോളിഡേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ റീസൺ എന്തൊക്കെയാണോ കാരണം, ആ റീസൺസ് ഷുഡ് ബി ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം, കാണിച്ചിരിക്കണം. എവിടെ കാണിച്ചിരിക്കണം, ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ദി കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് എന്ത് ചെയ്തിരിക്കണം, സബ്സിഡിയറിയെ എന്ത് ചെയ്തിട്ടില്ല, കൺസോളിഡേറ്റ് ചെയ്തിട്ടില്ലാത്തതിന്റെ കാരണം എന്ത് ചെയ്തിരിക്കണം, മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം, ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. ക്ലിയർ. രണ്ട്, ഇൻ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സച്ച് സബ്സിഡിയറീസ് ഷുഡ് ബി അക്കൗണ്ടഡ് ഫോർ ഇൻ accordance with AS 13. Okay, നോട്ട് ചെയ്ത് വെക്കുക. ഇൻ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡിയറീസ്, അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡിയറീസ് ഏത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരമാണ്? സോ എക്സാമിന് ഇങ്ങനെയായിരിക്കും ചോദിക്കുക, ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡിയറീസ് ഷുഡ് ബി അക്കൗണ്ടഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഡാഷ്. ഏത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്? AS 13. AS 13 ഏതൊക്കെയാ പറയുന്നത്? അക്കൗണ്ടിംഗ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ AS 13 ഏതാ പറയുന്നത്? അക്കൗണ്ടിംഗ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഏത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡിയറീസിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഏത് AS പ്രകാരമായിരിക്കണം അക്കൗണ്ട് ചെയ്യേണ്ടത്? AS 13.
ക്ലിയർ ആണ്. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡി, അതായത് നമ്മളൊരു സബ്സിഡറി കമ്പനിയെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. സോ ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ അക്കൗണ്ട് ചെയ്യേണ്ടത് ഏത് AS പ്രകാരമായിരിക്കണം? AS13 ഏതാണ്? ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡറീസ്. AS13 ഏതാണ്? ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡറീസ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ സബ്സിഡറീസിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഏത് പ്രകാരമായിരിക്കണം? AS13 പ്രകാരമായിരിക്കണം. AS13 എന്താണ് പറയുന്നത്? അക്കൗണ്ടിങ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റിന്റെ എല്ലാ അക്കൗണ്ട്സും ഏതിനകത്താണ് വരുന്നത്? AS13ലാണ്. അതുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡറീസ് ഏതിനകത്ത് വരുന്നത്? AS13നകത്ത് വരുന്നത്. ക്ലിയർ ആണോ? അക്കൗണ്ടിങ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്, വെദർ ഇറ്റ് ഈസ് സബ്സിഡറീസ് ഇൻവെസ്റ്റ്മെന്റ് ഓർ അസോസിയേറ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഏതിൽ ഇൻവെസ്റ്റ് ചെയ്താലും ഏത് തന്നെയാണ്? AS13 തന്നെയാണ്. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ അല്ലേ? കഥ മനസ്സിലായേ? നോക്കിയേ ഇനി. Where a company doesn't have any subsidiary. Okay, where a company doesn't have any subsidiary. ഒരു കമ്പനിക്ക് എന്തില്ല? സബ്സിഡിയറി ഇല്ല. ഓക്കെ ആണ്. However, എന്നിരുന്നാലും has associates and or joint ventures. ഒരു കമ്പനിക്ക് സബ്സിഡിയറി കമ്പനീസ് ഇല്ല, പക്ഷേ ആ കമ്പനിക്ക് എന്തുണ്ട്? അസോസിയേറ്റ് കമ്പനികളോ ജോയിന്റ് വെഞ്ചേഴ്സും ഉണ്ട്. ചിലപ്പോൾ രണ്ടും ഉണ്ടാവും, ചിലപ്പോൾ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. സച്ച് കമ്പനി ഓൾസോ നീഡ് ടു പ്രിപ്പയർ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, പറഞ്ഞത്രേ ഉള്ളൂ. സി, ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡറി ആണെങ്കിൽ നമ്മൾ ഏത് പ്രകാരം ചെയ്യും? AS13 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, അതല്ലേ നമ്മൾ പറഞ്ഞത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 13 ഏതാണ് അതിനകത്ത് പറയുന്നത്? അക്കൗണ്ടിങ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. ക്ലിയർ ആണോ? ഇനി ഇവിടെ പറയുന്നത് എന്തില്ല? ഒരു കമ്പനിക്ക് സബ്സിഡറി ഇല്ലടേ. ഓക്കെ, പക്ഷേ കമ്പനിക്ക് എന്തേ ഉള്ളൂ? അസോസിയേറ്റ്സ് ഓർ ജോയിന്റ് വെഞ്ചേഴ്സ്. ഒന്നുകിൽ അസോസിയേറ്റ്സ് അല്ലെങ്കിൽ ജോയിന്റ് വെഞ്ചർ, അല്ലെങ്കിൽ രണ്ടും ഉണ്ടാവും. ഒരു കമ്പനിക്ക് അസോസിയേറ്റ് കമ്പനി ഉണ്ടാവാം, അല്ലെങ്കിൽ ജോയിന്റ് വെഞ്ചർ കമ്പനികൾ ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ സച്ച് കമ്പനി, ഇങ്ങനെയുള്ള കമ്പനികൾ നീഡ് ടു പ്രിപ്പയർ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. എന്ത് ചെയ്യണം? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ആസ് പെർ AS23 ആൻഡ് AS27. ഏതൊക്കെ AS പ്രകാരമായിരിക്കണം ചെയ്യേണ്ടത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 23. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 23 എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ഫോർ അസോസിയേറ്റ്സ് ഇൻ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. AS27 ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ജോയിന്റ് വെഞ്ചേഴ്സ്. ഓക്കെ, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ജോയിന്റ് വെഞ്ചേഴ്സ്. അപ്പോൾ ജോയിന്റ് വെഞ്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടിങ് AS27ൽ, അസോസിയേറ്റ്സിന്റെ അക്കൗണ്ടിങ്ങിൽ ഏതിനകത്ത് വരുന്നത്? അക്കൗണ്ടിംഗ് ഫോർ അസോസിയേറ്റ് ഇൻ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഏതിനകത്ത് വരുന്നത്? AS23. ഓക്കെ, അതിനു മുന്നേ നമ്മൾ ഏത് പറഞ്ഞു? ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡറീസ് ഏതിനകത്താ വരുന്നത്? AS13. ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡറീസ് ഏതിനകത്താ? AS13. ക്ലിയർ ആണോ? ഓക്കെ, AS13 എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? അക്കൗണ്ടിംഗ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. അക്കൗണ്ടിംഗ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ? അക്കൗണ്ടിംഗ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് AS13. AS23 അക്കൗണ്ടിംഗ് ഫോർ അസോസിയേറ്റ്സ് ഇൻ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. AS27 ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ജോയിന്റ് വെഞ്ചേഴ്സ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ജോയിന്റ് വെഞ്ചേഴ്സ്. AS27. ക്ലിയർ? ഇനി ദ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 4. ഇത് പറഞ്ഞത് ഇതുവരെ പറഞ്ഞത് ഏതിനെ കുറിച്ചിട്ട്? AS അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനെ കുറിച്ചിട്ടായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് IND ASനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 4 ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസോസിയേറ്റ്സ് ആൻഡ് ജോയിന്റ് വെഞ്ചേഴ്സ് ഈസ് ഡീറ്റെയിൽഡ് ഇൻ IND AS 28. ഇതിനകത്താണ് പറഞ്ഞിരിക്കുന്നത്. IND AS 28നകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇങ്ങോട്ട് നോക്കിയേ. IND AS 28നകത്തല്ലേ ഏത് പറയുന്നത്? IND AS 28നകത്താണ് ഏത് പറയുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസോസിയേറ്റ് പറയുന്നത് ഇല്ലേ? പക്ഷേ ASനകത്ത് ആണെങ്കിൽ AS13ലാണ് ഇൻവെസ്റ്റ്മെന്റ് പറയുന്നത്. അക്കൗണ്ടിംഗ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് AS13ലാണ്. ഓക്കെ, IND AS ആണെങ്കിൽ ഏതിനകത്താണ് പറയുന്നത്? IND AS 28ൽ. ഓക്കെ, ദെൻ അതുപോലെ രണ്ടെണ്ണം കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. IND AS 27 സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് IND AS 27ലാണ്. ദെൻ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് IND AS 110ലാണ്. ഓക്കെ, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത്, അതൊക്കെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞു പോകുന്ന പേരുകളായതുകൊണ്ടാണ് ഇതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നോക്കൂ, പറഞ്ഞു ഇത്രയേ ഉള്ളൂ. ഇതായിരുന്നു നമ്മൾ ആദ്യം കാണിച്ചിരുന്ന ക്വസ്റ്റ്യൻ അല്ലെ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതല്ലായിരുന്നു. ദ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസോസിയേറ്റ്സ് ആൻഡ് ജോയിന്റ് വെഞ്ചേഴ്സ് ഈസ് ഡീറ്റെയിൽഡ് ഇൻ IND AS 28. ദെൻ സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ IND AS 27. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ 110.
കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 110. ദെൻ ഇൻഡേസ് ഏതാണെങ്കിൽ സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഇൻഡേസ് 27 ആണ്. ദെൻ പറഞ്ഞോ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസോസിയേറ്റ്സ് ആൻഡ് ജോയിന്റ് വെഞ്ചേഴ്സ് ആണെങ്കിൽ ഇൻഡേസ് 28 ആണ്. ഓക്കെ, ഇനി ഏസിന്റെ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഏസ് 13 അക്കൗണ്ടിംഗ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്, ഏസ് 23 അക്കൗണ്ടിംഗ് ഫോർ അസോസിയേറ്റ്സ് ഇൻ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ദെൻ ജോയിന്റ് വെഞ്ചേഴ്സിന്റെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് ഏതെന്ന് പറയുന്നത് 27 എന്ന് പറയുന്നത്. ക്ലിയർ? 13, 23, 27 ഏസിൽ വരും. 13, 23, 27 ഇവിടെയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് വരുന്നത് 13, 23, 27. 13 എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിംഗ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്, 23 എന്ന് പറഞ്ഞാൽ അസോസിയേറ്റ്സ്, 27 എന്ന് പറഞ്ഞാൽ ഏതാണ്? 27 എന്ന് പറഞ്ഞാൽ ജോയിന്റ് വെഞ്ചേഴ്സ്. മനസ്സിലാക്കുക അത് AS ആണ്. 13, 23, 27. ക്ലിയർ? 13 ഏതാണ്? അക്കൗണ്ടിംഗ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? 13, 23 എന്ന് പറഞ്ഞാൽ ഏതാണ്? 23 എന്ന് പറഞ്ഞാൽ ഏതാണ്? 23 എന്ന് പറഞ്ഞാൽ അസോസിയേറ്റ്സ് അല്ലെ? അക്കൗണ്ടിംഗ് ഫോർ അസോസിയേറ്റ്സ്. ഇനി 27 എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടിംഗ് ഫോർ ജോയിന്റ് വെഞ്ചേഴ്സ്. ഓക്കെ, ക്ലിയർ? ഇപ്പൊ ഇൻഡേസ് പറ. ഇൻഡേസ് ഏതാണ്? 28, 27, 110. 28 എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസോസിയേറ്റ്സ് ആൻഡ് ജോയിന്റ് വെഞ്ചേഴ്സ്. രണ്ടും കൂടെ ഒരുമിച്ചാണ് ഒരു ഇൻഡേസിൽ പറഞ്ഞിട്ടുള്ളത്. ഇൻഡേസ് 28, സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 27, ദെൻ 110 എന്ന് പറഞ്ഞാൽ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. കഥ മനസ്സിലായി? ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോളൂ. അഡ്വാൻറ്റേജസ് ഓഫ് കൺസോളിഡേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൺസോളിഡേറ്റ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ജസ്റ്റ് പോയിന്റുകൾ മാത്രം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇത് ചിലപ്പോൾ 4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല. എന്തായിരിക്കും? താഴെ പറയുന്നവയിൽ കൺസോളിഡേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അഡ്വാൻറ്റേജ് ഏത്, അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏത് എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ. ക്ലിയർ ആണ്? അപ്പോൾ മനസ്സിലാക്കി വെക്കുക. 1, ഫെസിലിറ്റേറ്റ്സ് ഈസി കോംപ്രിഹെൻഷൻ. ഓക്കെ, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റും. അതായത് ദ ഷെയർ ഹോൾഡേഴ്സ് ആർ ഇൻ എ പൊസിഷൻ ടു ഗെറ്റ് എ ക്ലിയർ ഇൻസൈറ്റ് അബൌട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ഗ്രൂപ്പ്. അതായത് ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വിച്ച് ഇൻക്ലൂഡ്സ് പാരന്റ് ആൻഡ് ഇറ്റ്സ് ഓൾ സബ്സിഡറീസ് അല്ലേ? കമ്പനിയിലെ, അതായത് ആ ഗ്രൂപ്പിനകത്തുള്ളത് സബ്സിഡറി കമ്പനീസും ഒരു പാരന്റ് കമ്പനി ആയിരിക്കും. ക്ലിയർ ആണോ അല്ലേ? ഇതിന്റെ എല്ലാത്തിൻ്റെയും എന്ത് ചെയ്യാൻ പറ്റും? ഒരു ക്ലിയർ ഇൻസൈറ്റ്, ഫിനാൻഷ്യൽ പൊസിഷനും ഫിനാൻഷ്യൽ പെർഫോമൻസും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണോ? അപ്പോൾ ഈസി ആയിട്ട് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഏതിന്റെ? ആ ഒരു കമ്പനിയുടെ ഗ്രൂപ്പിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ, ഫിനാൻഷ്യൽ പെർഫോമൻസ് ഒക്കെ. അത് മനസ്സിലായി? അപ്പോൾ ഈസി കോംപ്രിഹെൻഷൻ ഈസ് പോസിബിൾ. ഓക്കെ, ഈസി കോംപ്രിഹെൻഷൻ ഈസ് പോസിബിൾ. 2, അസിസ്റ്റ് ഇൻ അസർട്ടൈനിങ് ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ദ ഷെയർസ്. ഓക്കെ, അസിസ്റ്റ് ഇൻ അസർട്ടൈനിങ് ദി ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ഷെയർ. ഓക്കെ, ഷെയറിന്റെ ഇൻട്രിൻസിക് വാല്യൂ മനസ്സിലാക്കാൻ കഴിയും. ഷെയറിന്റെ എന്ത് മനസ്സിലാക്കാൻ കഴിയും? ഇൻട്രിൻസിക് വാല്യൂ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, എന്താണ് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ? ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ട്രൂ വാല്യൂ. ഓക്കെ, ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ട്രൂ വാല്യൂ ആസ് പെർ ദി ഏതിലൂടെ ഒരു സ്റ്റോക്കിന്റെ ട്രൂ വാല്യൂ എന്താണ്? യഥാർത്ഥ വാല്യൂ എന്താണ്? അല്ലെങ്കിൽ ആന്റിസിപ്പേറ്റഡ് വാല്യൂ എന്താണ്? അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് വാല്യൂ എത്രയാണ്? ഓക്കെ, ഫണ്ടമെന്റൽ അനാലിസിസിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ട്രൂ വാല്യൂ അല്ലെങ്കിൽ ആന്റിസിപ്പേറ്റഡ് വാല്യൂ, എക്സ്പെക്റ്റഡ് വാല്യൂ എന്നൊക്കെ പറയാം നമുക്ക്. ഏതിനെ? ഇൻട്രിൻസിക് വാല്യൂ. ഒരു ഷെയറിന്റെ, ഒരു സ്റ്റോക്കിന്റെ യഥാർത്ഥ വാല്യൂ. ഓക്കെ, മാർക്കറ്റിന്റെ എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണ്. ക്ലിയർ? നോക്കൂ, for various accounting procedures, intrinsic value of shares serve as an essential tool. This can be attained on the basis of consolidation. കൺസോളിഡേഷനിലൂടെ നമുക്ക് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ ഓക്കെ ആ ഒരു ഷെയറിന്റെ യഥാർത്ഥ വാല്യൂ എത്രയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണോ അല്ലയോ? സോ രണ്ടാമത്തെ പോയിന്റ് ഇത്രയേ ഉള്ളൂ, അസർട്ടൈനിങ് ഇൻട്രിൻസിക് വാല്യൂ. ഒന്നാമത്തെ പറഞ്ഞു പോരുതേ ഈസി കോംപ്രിഹെൻഷൻ. എന്താണ് ഈസി കോംപ്രിഹെൻഷൻ? രണ്ടാമത് പറഞ്ഞ എന്താണ്? അസർട്ടൈനിങ് ഇൻട്രിൻസിക് വാല്യൂ. ക്ലിയർ ആണ്? 3, പ്രോപ്പർ അസസ്മെന്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റും? റിട്ടേൺ ഓർ ഇൻവെസ്റ്റ്മെന്റ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ROI അല്ലേ? റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, ROCE എന്നൊക്കെ നമ്മൾ പറയും. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നോക്കൂ, ഓൺലി കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ക്യാൻ പ്രൊവൈഡ് പ്രോപ്പർ ഇൻഫർമേഷൻ ഓൺ ദ ടോട്ടൽ ഷെയർ ഓഫ് ഹോൾഡിംഗ് കമ്പനി ഇൻ ദ റവന്യൂ പ്രോഫിറ്റ്സ് ഓഫ് ഇറ്റ്സ് സബ്സിഡറീസ്. ഓക്കെ, ഏതിലൂടെ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഹോൾഡിംഗ് കമ്പനിയുടെ ടോട്ടൽ ഷെയർ എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എന്താണ് പറഞ്ഞത്? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രോപ്പർ ഇൻഫർമേഷൻ ഓൺ ദി ടോട്ടൽ ഷെയർ ഓഫ് ഹോൾഡിംഗ് കമ്പനി ഇൻ ദ റവന്യൂ പ്രോഫിറ്റ് ഓഫ് ഇറ്റ്സ് സബ്സിഡറീസ് അല്ലേ? അതല്ലേ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്.
ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ് കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് എത്ര, ആ ഇൻവെസ്റ്റ്മെന്റിന് എന്ത് കിട്ടുന്നുണ്ട്, റിട്ടേൺ, റവന്യൂ പ്രോഫിറ്റ്. ഏത് കമ്പനി, സബ്സിഡിയറി കമ്പനീസ് ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഏതിലൂടെ നോക്കാൻ പറ്റും, ഫിനാൻഷ്യൽ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ. സോ പ്രോപ്പർ അസസ്മെന്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ROI റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ROCE റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ് എന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. ഏതിലൂടെ, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ. ഇനി നാലാമത്തെ നോക്കിയേ, മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഡിസ്ക്ലോഷർ. ഓക്കെ, എന്ത് ഡിസ്ക്ലോസ് ചെയ്യുന്നു, മൈനോറിറ്റി ഇൻട്രസ്റ്റ്. അപ്പോൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് കറക്റ്റ് ആയിട്ട് എൻട്രി ചെയ്യത്തുള്ളൂ. ഓക്കെ, ലയബിലിറ്റി സൈഡിൽ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് നമ്മൾ കാണണമെങ്കിൽ ഏത് നോക്കിയാലേ നമുക്ക് പറ്റത്തുള്ളൂ, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കിയാലേ പറ്റത്തുള്ളൂ. സോ ഇൻ ദി കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ദി ഐറ്റം ഷോൺ അണ്ടർ ദി ഹെഡ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഡിസ്ക്ലോസസ് ദ ടോട്ടൽ എമൗണ്ട് പേയബിൾ ടു ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സ്. പുറത്തുള്ള ഷെയർ ഹോൾഡേഴ്സിന് എത്ര എമൗണ്ട് നമ്മൾ പേയബിൾ കൊടുക്കാനുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഏതിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. ഏതിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലൂടെ മാത്രമേ. ഓക്കെ, അപ്പോൾ ഒന്നാമത് പറഞ്ഞത് ഈസി കോംപ്രിഹെൻഷൻ അല്ലേ. രണ്ടാമത് എന്താ പറഞ്ഞത്, രണ്ടാമത് പറഞ്ഞു അസർട്ടൈനിങ് ദി ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ഷെയർസ്. മൂന്ന് പറയുന്നു എന്താണ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. നാല്, മൈനോറിറ്റി ഇൻട്രസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. എന്താണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയെ. മൈനോറിറ്റി ഇൻട്രസ്റ്റ് അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ എമൗണ്ട് പേയബിൾ ടു ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സ്. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന കമ്പനി ബി എന്ന് പറയുന്ന കമ്പനിയെ അക്വയർ ചെയ്തു. ഓക്കെ, സോ 70% ഷെയർസ് ആണ് എന്ത് ചെയ്ത് അക്വയർ ചെയ്തത്. അപ്പൊ ബാലൻസ് ഇനി ഇവിടെ എത്രയുണ്ടാ, ബാലൻസ് ഒരു 30% ഇല്ലേ. ഈ ബാലൻസ് 30% ഹോൾഡ് ചെയ്യുന്ന ആരാണ്, എ ആണോ, അല്ല. ഈ ബാലൻസ് 30% ഹോൾഡ് ചെയ്യുന്ന ആരാണ്, ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സ്. അവർക്ക് കൊടുക്കേണ്ട എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, കഥ മനസ്സിലായോ, മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് വിളിക്കുക. കഥ മനസ്സിലായേ. നെക്സ്റ്റ് നോക്കിയേ അതാ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ദിസ് ഈസ് ദ ലയബിലിറ്റി പേയബിൾ ടു ദി ഔട്ട്സൈഡേഴ്സ്, ദാറ്റ് ഈസ് ജനറൽ പബ്ലിക്. അതായത് ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ട് എത്രയാ. ഓക്കെ, അതാണ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ്. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കി, ഹെൽപ്സ് ഇൻ ദി ഇവാലുവേഷൻ ഓഫ് ഹോൾഡിംഗ് കമ്പനി. ഹോൾഡിംഗ് കമ്പനിയെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏതിലൂടെ പറ്റുന്നു, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ. അതായത് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വിച്ച് ഇൻക്ലൂഡ്സ് ദ പാരന്റ് ആൻഡ് ഓൾ ഇറ്റ്സ് സബ്സിഡിയറീസ് അല്ലെ, എല്ലാ സബ്സിഡീസും ഉണ്ടല്ലോ. അപ്പോ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ പൊസിഷൻ ഓഫ് ദ ഹോൾഡിംഗ് കമ്പനി ആസ് എ ഗ്രൂപ്പ്. അതായത് ഹോൾഡിംഗ് കമ്പനിയുടെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് ഫിനാൻഷ്യൽ പെർഫോമൻസ് മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെ പെർഫോമൻസ് മനസ്സിലാക്കുന്നത് ആർക്കാണ് ഉപയോഗപ്രദം, ഇൻവെസ്റ്റേഴ്സിന്. എന്ത് ചെയ്യണം, ഇപ്പോ റിലയൻസ് അല്ലെങ്കിൽ ടാറ്റ എന്ന് പറയുന്ന കമ്പനി, ഓക്കെ, ടാറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ എന്ത് വാങ്ങണം, ഷെയർ പർച്ചേസ് ചെയ്യണമെന്ന് വെച്ചോളൂ. അപ്പൊ ടാറ്റയുടെ അല്ലെങ്കിൽ ടാറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, ടാറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ മൊത്തം അവരുടെ ഗ്രൂപ്പ് മൊത്തത്തിലായിട്ട് നോക്കത്തില്ലേ, നോക്കോ ഇല്ലയോ. ഇപ്പോൾ നമ്മൾ വാങ്ങുന്നത് ടാറ്റ മൊത്തത്തിലല്ല വാങ്ങുന്നത്, ടാറ്റ മോട്ടോഴ്സ് ആണ്. ഓക്കെ, ടാറ്റ മോട്ടോഴ്സ് വാങ്ങണമെങ്കിൽ ടാറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പ് മൊത്തത്തിലുള്ള ഗ്രൂപ്പ് ആസ് എ ഹോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഇവാലുവേറ്റ് ചെയ്യണം. എങ്കിലേ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ പെർട്ടിക്കുലർ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിൽ എത്താൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആണോ പറഞ്ഞത്, ഓക്കെ ആണോ അല്ലേ. ഓക്കെ, സോ ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് പ്രിപ്പയറിംഗ് ഏതാ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഒന്ന് പറഞ്ഞു ഈസി കോംപ്രിഹെൻഷൻ, രണ്ട് പറഞ്ഞു ഇൻട്രിൻസിക് വാല്യൂ, മൂന്ന് പറഞ്ഞു പ്രോപ്പർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, നാല് പറഞ്ഞു നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ്, അഞ്ച് പറഞ്ഞു ഇവാലുവേഷൻ ഓഫ് ഹോൾഡിംഗ് കമ്പനി ആസ് എ ഹോൾ. ഓക്കെ, മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹോൾഡിംഗ് കമ്പനി ഗ്രൂപ്പിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ, ക്ലിയർ ആയല്ലേ, ബൈ.